ഇന്ന് നോമ്പ് തുറക്കാൻ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്. എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് വയ്യാത്ത കാരണം ഞാൻ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും അമ്മ അതെ പഴംപൊരി ഉണ്ടാക്കി വെച്ചു, നാരങ്ങ വെള്ളം, പിന്നെ ഷെമാമ് ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മച്ചി. പിന്നെ അതേ പുട്ട്, പിന്നെ നമ്മുടെ മാളും അവിടെ നിന്ന് ചമ്മന്തിയും സാമ്പാറൊക്കെ കൊണ്ടുണ്ടായി, കടലക്കറി, നെസ്കഫെ, അങ്ങനെയൊക്കെ ഇട്ട് അമ്മ വെച്ചിരുന്നു. ആപ്പിളും മാങ്ങയൊക്കെ അമ്മ അരിഞ്ഞ് വെച്ചു. എന്തുണ്ടാക്കണേ? അതെ, ചമ്മന്തിയുടെ സ്മെല്ലൊക്കെ ഒന്നിട്ട് നാക്കൊക്കെ കുഴഞ്ഞു പോവാക്കെ. പള്ളിപ്പിന്നെ ഞാൻ പോകുമ്പോഴേക്ക് സ്പെഷ്യൽ മുണ്ടിന് മുട്ട ചമ്മന്തിയാ. അതെ, നോക്കട്ടെ എൻ്റെ മാളിന്റെ ചമ്മന്തി നോമ്പിന്റെ സ്പെഷ്യലാണ് ഞങ്ങൾക്ക് മുട്ട ചമ്മന്തി. എന്ത് വേണം? മച്ചാനുള്ള സ്പെഷ്യൽ മുട്ട ചമ്മന്തി ആൾ റെഡിയാക്കണതാ. ചൂട് കൂടുതലായിട്ടായിരിക്കും. ഞാൻ ഞങ്ങളുടെ നന്നിയമ്മയുടെ വീട്ടിലാണ് ചെറിയൊരു നോമ്പ് തുറ കേട്ടാ. അമ്മ ഷെമാമ ജ്യൂസ് അടിക്കുന്ന തിരക്കിലായിരുന്നു. വയ്യ, കാലുവേദനയാണ് ആൾക്ക് എപ്പോഴും. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പം ഞാൻ അമ്മയുടെ ഇത് പഴയൊരു ഫോട്ടോ ആണ്, അത്തയുടെ അമ്മയുടെയും. പിന്നെ അമ്മ ഈ കോവിഡ് സമയത്തൊന്നും വെറുതെ ഇരിക്കില്ല, ആളെന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ബോട്ടിൽ ആർട്ടുകളാണ് ഈ കാണുന്നതൊക്കെ. അമ്മയുടെ കലാവാസനയൊന്നും നമുക്കില്ല കേട്ടോ. ഇത് ബദാമിൻ്റെ തുണ്ട് വെച്ച് അമ്മ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ നിർത്തി വെച്ചു ആൾ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടൈമും കിട്ടണല്ലേ, വയ്യാത്ത കാരണം കൊണ്ട്. മെറ്റൽ, CD, പിന്നെ എന്തൊക്കെയോ കളറൊക്കെ കൊടുത്ത് ചാക്ക് നൂല്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സിമെൻറ്റ് കൊണ്ട് വാർത്തിട്ട് അങ്ങനെ ഒരു പൂജ പോലെ അങ്ങനെ ഉണ്ടാക്കി. അതാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ സിയാന അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ ഈ സംഭവം, ബദാമിൻ്റെ തുണ്ട് വെച്ച് തന്നെ. ഇതെൻ്റെ അമ്മയുടെ പഴയൊരു ഫോട്ടോയാണ്. എൻ്റെ അത്തിയും എൻ്റെ തങ്കിച്ചിയാണ്. അത്തിയും തങ്കിച്ചി ഇപ്പോൾ ഇല്ല.